പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ദിവസം സ്വീകരിക്കുവാൻ, ഈ ദിവസം ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ വ്യക്തി ജീവിതം കൂടുതൽ നന്മയുള്ളതായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. അപ്പോൾ ഇന്നലെ ഒരു മെസ്സേജ് കണ്ട് സിറിൽ വാസിൽ പിതാവിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി. അതോടെ ഇവിടെ ഒരു കൂട്ടം മനുഷ്യർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ജയിച്ചു. മറുപടിയൊന്നും പറയാനില്ല. ഈ ഓണപ്പരീക്ഷയ്ക്ക് ജയിച്ചെന്നിരിക്കും, ട്യൂഷൻ ക്ലാസ് ജയിച്ചെന്നിരിക്കും, ചിലപ്പോൾ ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ജയിച്ചെന്നിരിക്കും. പക്ഷേ ആനുവൽ എക്സാമിന് പാസ്സായില്ലെങ്കിൽ, അവിടെ ജയിക്കാൻ വേണ്ട യോഗ്യതയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ക്ലാസ് കയറ്റം കിട്ടത്തില്ല. ഇതുപോലെയാണ് പിതാക്കന്മാർ ഒത്തിരി പേര് മാറിപ്പോയി. ഇപ്പോൾ ഉള്ള പിതാവാണേലും താമസമില്ലാതെ അത് മാറിക്കോളും. വിഷമിക്കേണ്ട, കരുത്തനായ മറ്റൊരാളെ ദൈവം കൊണ്ടുവരും. ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ മോശയെ കൊണ്ടുവന്നതുപോലെ രാജാവിൻ്റെ പ്രതിമയെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ പറഞ്ഞ ആ പഴയ നിയമത്തിലെ ചില ജീവിതങ്ങളുണ്ടല്ലോ, സിംഹക്കുഴിയിൽ വീണതും അതുപോലെ തന്നെ തീക്കൂനയ്ക്കകത്ത് വീണതും തീക്കുണ്ടത്തിൽ വീണതുമൊക്കെ ദാനിയേൽ പ്രവചനത്തിൽ വളരെ മനോഹരമായി കാണാവുന്ന കാര്യങ്ങളാണ്. അതിലെ ആ രണ്ട് സംഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ദൈവമല്ലാത്തതിനെ ദൈവമെന്നനുസരിക്കാൻ ഞങ്ങൾ അനുസരിക്കില്ല. രാജാവേ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഈ തീക്കൂനയിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനാണ്. പക്ഷെ അവൻ രക്ഷിച്ചില്ലെങ്കിലും ഇല്ല, നീ പറയുന്നത് ഞങ്ങൾ ചെയ്യില്ല, കാരണം അത് ദൈവനിഷേധമാണ്. ഇതുപോലെ തന്നെ സിംഹക്കുഴിയിൽ വീണ ദാനിയേല് പട്ടിണി കിടന്ന സിംഹങ്ങൾക്ക് നടുവിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യനെ സ്വർഗം കണ്ടിട്ട് ഹബക്കുക്ക് പ്രവാചകനിലൂടെ ഭൂമിയിലെല്ലാവരും കാക്കയാഹാരം കൊണ്ട് കൊടുത്ത ചരിത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മുടുക്കുത്തിന് പിടിച്ച് വായുവേഗത്തിൽ കൊണ്ടുചെന്ന് ഈജിപ്തിലെ സിംഹക്കുഴിക്കലിൽ വാതുക്കൽ കൊണ്ട് നിർത്തി. അവിടെ നിന്ന് വിളിക്കുകയാണ്, ദാനിയേലേ, ദൈവത്തിൻ്റെ ദാസ, ആഹാരം കഴിക്കുക, ദൈവം തന്നിരിക്കുന്നു. ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഓ എൻ്റെ ദൈവമേ, നീ ഇവിടെയും എന്നെ ഓർത്തല്ലോ. അതാണ് ദൈവ സാന്നിധ്യം. അത് തന്നെ ഞങ്ങളും പറയുന്നു. ഒന്നും ആയിട്ടില്ല, ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ഇനി നടക്കാനുണ്ട്. അതുകൊണ്ട് ഒരു നിരാശയില്ല. അങ്ങനെ അയ്യോ ഇങ്ങനെ പറ്റിയല്ലോ, പത്രക്കാരങ്ങനെ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ കണ്ടല്ലോ, വന്നവരെല്ലാം പോയല്ലോ, ഇനിയും ഞങ്ങൾ പോകുമല്ലോ, സ്വയാധികാര സഭയായതുകൊണ്ട് നിങ്ങൾ തന്നെ തീർക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ജയിച്ച് നിൽക്കുന്നു. പേടിക്കണ്ട. ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം പോലാണ് വരാൻ പോണത്. എടുത്തു വലിച്ചു വാരി താഴെ അലക്കും. സാത്താൻ്റെ സന്തതികളെ എല്ലാം സഭയിൽ നിന്ന് പുറത്ത് തന്നെ പൊക്കോളും. ഈ ഇരുട്ടിനെ ഓടിക്കാനായിട്ട് അവിടെ നിന്ന് ഇരുട്ട് മോശമാണെന്ന് പറയുകയല്ലല്ലോ, ഒരു വെളിച്ച് തിരി കത്തിച്ചാൽ മതിയല്ലോ, ഇരുട്ട് തന്നെ ഓടിപ്പോകുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയെ ഏറ്റെടുത്ത് സഭയിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ ഓടും. കാലുവന്ത നായ ഓടുന്ന കണക്ക് ഓടും. ഉറപ്പായിട്ടും ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഞാനിതൊന്നും കണ്ടിട്ട് കുലുക്കാൻ പോണില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്താൽ വലിയ ഉപകാരമായി. അച്ഛൻ്റെ ധാർഷ്ട്യം ഒന്ന് കാണണം. ചേട്ടൻ്റെ വ്യക്തിപരമായ കാര്യം അങ്ങ് നോക്കിയാൽ മതി. ഞാൻ പറ്റാ, ഇത് വാഗ്ദാന ലംഘനമല്ലേ? അത് അതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞോളാം. അല്ല, പുള്ളിയുടെ കണക്ക് വേറെ ആരും പറയില്ലല്ലോ. വ്യക്തിപരമായി ദൈവത്തെ ഭയമില്ലാത്തവൻ രക്ഷപ്പെടില്ല. എന്തോ ഒരു മഹാഭാവമാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. ദൈവജനത്തെ നരകത്തിലേക്ക് കെട്ടിയിട്ട് വലിക്കുന്നു. ജനം പോവില്ല, പിന്നെ കെട്ടി വലിക്കുന്നവർ ആ കെട്ടും പൊട്ടിച്ചുണ്ടെങ്കിൽ പോവുകയുള്ളൂ. ഏകം സഭയിലെ കുർബാന വേണ്ട, കത്തോലിക്ക സഭയിലെ കുർബാന മതി. ഏകം സഭയിൽ പോകാൻ ആർക്ക് വേണേലും പോകാം. ഇപ്പം നിങ്ങൾ ഈ മുതലേ കണ്ടിട്ടല്ലേ കടിക്കുന്ന മുഴുവൻ. നിങ്ങൾ മരിച്ചാലും ചെയ്യില്ല എന്ന് പറഞ്ഞ അതേ ബലി നിങ്ങൾ അർപ്പിച്ചില്ലേ? ഇഷ്ടമില്ലാതാണെങ്കിലും
അങ്ങ് രമ്യപ്പെട്ടു പൊക്കോളും. പേടിക്കണ്ട, ഇതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും. വെറുതെ ചീത്ത പറഞ്ഞു വായിൽ നാറ്റം കളയണ്ട. ചീത്ത പറയും തോറും നിങ്ങളുടെ നന്മ, നിങ്ങളുടെ പോരായ്മകൾ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. അനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. അനുസരണക്കേട് കാണിക്കുക, ശാപവും നാശവും തലമുറകൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് പോകാൻ സാധിക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു, കർത്താവിൻ്റെ രണ്ടാം വരവിന് കാത്തിരിക്കുന്നത് പോലെ ഒത്തിരി താമസിക്കാതെ എല്ലാം നന്മയിൽ അവസാനിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് ഇടപെട്ട് സഹായിക്കും. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ.